മനസ്സിലായില്ലേ? ഉടമ്പടി 3 ആക്ടിവേഷൻ പ്രിൻസിപ്പിളുണ്ട്. എന്തൊക്കെയാണ്? പ്രയർ, പ്രൊക്ലമേഷൻ ആൻഡ് പ്രാക്ടീസ്. എന്തൊക്കെയാണ് ഉടമ്പടിയിലെ ആക്ടിവേഷൻ പ്രിൻസിപ്പിൾ 3 എന്താണ്? പ്രാർത്ഥന, പ്രഖ്യാപനം, പ്രയോഗം. ഇതൊക്കെ ആദ്യകാല ക്ലാസ്സെങ്കിലുള്ളതാണ്. ഇപ്പം ഞാൻ പറയാറില്ല, ഇപ്പം നിങ്ങളോട് പറയണേ. ഉടമ്പടിയിൽ ഒരു സംഭവം ആക്ടിവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ പ്രാർത്ഥന, അതിനകത്ത് ലിങ്ക് പോകരുത്. പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ ചാറ്റമഴ പോലെ തന്നെയും പിന്നെയും പെയ്യുകയല്ല. അതിന് പ്രാർത്ഥന മനസ്സാണ്. എപ്പോഴും ദൈവത്തെക്കുറിച്ച് ഓർക്കുക, ശ്രദ്ധിക്കുമ്പോഴൊക്കെ, സമയം കിട്ടുമ്പോഴൊക്കെ ബൈബിൾ എടുത്ത് നോക്കുക. അതിനാണെങ്കിൽ അരമണിക്കൂർ ബൈബിൾ എന്ന് പറഞ്ഞാൽ ഒറ്റ ശ്രദ്ധയിൽ വായിക്കാനുള്ളതല്ല. 2 മിനിറ്റും 3 മിനിറ്റൊക്കെ വായിച്ചാൽ മതി. അത് ബൈബിൾ തന്നെ എടുത്ത് വായിക്കണമെന്നില്ല. ബൈബിൾ ഉണ്ടെങ്കിൽ ആ മൊബൈൽ ഓൺ ചെയ്തിട്ട് ബൈബിൾ വായിച്ചാൽ മതി. നമുക്കുള്ള സാധ്യതയെല്ലാം പ്രയോജനപ്പെടുത്തണം ഇപ്പോൾ ആൾക്കാർ. കാര്യം ഉടമ്പടി എടുത്തിരിക്കുന്നതിനകത്ത് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഒരു 90% പേരും എബോവ് ആവറേജ് എഡ്യൂക്കേഷനുള്ള ആൾക്കാരാണ്. എബോവ് ആവറേജ്. അപ്പോൾ അവർക്കിതെല്ലാം ആക്ടിവേറ്റ് ചെയ്യാൻ പെട്ടെന്ന് കഴിയും. അതുകൊണ്ടാണ് വെടിക്കെട്ട് സാക്ഷ്യങ്ങളൊക്കെ അവർ പറയുന്നതിൻ്റെ കാര്യത. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അവർക്കതിനെക്കുറിച്ച് തിട്ടമായിട്ട് കാര്യങ്ങൾ അറിയാം. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഈ കാലം നമുക്ക് നൽകുന്ന എല്ലാ സാധ്യതകളും ദൈവത്തിൽ ജീവിക്കാൻ വേണ്ടി നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം ജോജിക്ക് ഇപ്പം ജോലിയില്ലാതെ നടക്കുകയല്ലേ. ഇപ്പം ജോജിയുടെ ഒരു പ്രശ്നമുണ്ട്, ഗുരുതരമായൊരു പ്രശ്നമുണ്ട്. ഈ കടയുടെ പ്രശ്നം മാത്രമല്ല, വേറെ ഒരു പ്രശ്നമുണ്ട് പുള്ളിക്ക് പുറത്തൊന്നും ജോലി കിട്ടത്തില്ല. ഇതുപോലെ കടയെ കൃഷിയൊക്കെ ചെയ്യാനേ പറ്റത്തുള്ളൂ. നാട്ടുകാർ ആരും ഒരു കമ്പനിക്കാരും ജോലി കൊടുക്കത്തില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ SLC ബുക്ക് കിട്ടിയപ്പോൾ മൊത്തം തെറ്റാണ് അഡ്രസ്സ്. ആ SLC ബുക്ക് വായിച്ചാൽ വീട്ടുപേര് തെറ്റാണ്, ഇനിഷ്യൽ തെറ്റാണ്, അയാളുടെ പേരും തെറ്റാണ്. ഇയാളെ SLC കാലം തൊട്ട് ഈ മനുഷ്യൻ ഇയാളുടെ ജീവിതത്തിൽ വന്ന ശാപമായ പോലെ വന്ന സംഭവമാണ്. അത് കാരണം ഇത് തിരുത്താൻ വേണ്ടി RDO അതുപോലെ തന്നെ തഹസിൽദാർ, അതുപോലെ തന്നെ വില്ലേജ് ഓഫീസർ, ഇങ്ങനെ ഗവൺമെൻറ് ഇതുപോലെയുള്ള തിരുത്തൽ സങ്കേതങ്ങളിലൊക്കെ പുള്ളിക്കാരൻ നടന്ന് ഒരു 2 കൊല്ലമൊക്കെ നടക്കും. അങ്ങനെ 20 വർഷം പല ഓഫീസിൽ കയറി ഇറങ്ങി ഇതിനു വേണ്ടി ഉണ്ടാകുന്ന അവർ ആവശ്യപ്പെടുന്ന എല്ലാ രേഖകളും ഉണ്ടാക്കിയിട്ടും ഇന്ന് വരെ ഒരു പുല്ലും നടന്നിട്ടില്ല. ആകപ്പാടെ വല്ലാത്ത ജീവിതം. ഇനി പഠിത്തത്തിൻ്റെ പരിപാടി നിർത്തി. എന്താ കാര്യം? സർട്ടിഫിക്കറ്റ് അഡ്രസ്സ് തെറ്റാണ്. ഇപ്പം നിങ്ങൾക്കറിയില്ല, പാസ്പോർട്ടിലൊക്കെ പേരൊക്കെ തരി കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ എന്തായിരിക്കും? ഒന്ന് റിജക്റ്റ് ചെയ്യും സംഭവം. ഇനിയുള്ള കാലങ്ങളിൽ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. കാര്യം ഞാനൊരു രാജ്യത്ത് ചെന്നപ്പോൾ അവിടെ നമ്മളാരും അവിടെ എമിഗ്രേഷൻ വെച്ചിട്ടില്ല. കമ്പ്യൂട്ടറാണ് എമിഗ്രേറ്റ് ചെയ്യണത്. നമ്മൾ ഡേറ്റ അടിച്ചു കൊടുക്കേണ്ടി വരും. അപ്പം നമ്മുടെ കൃഷ്ണമണിയും കൈയും കാലും അഡ്രസ്സും എല്ലാം ഓൾറെഡി എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. നമ്മൾ ഫീഡ് ചെയ്യുമ്പോൾ ഒരു വരകം തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മളവിടെ നിൽക്കാനേ പറ്റത്തുള്ളൂ, റിജക്റ്റ് ചെയ്ത് കളയും. അത് കാരണം കൊന്തയും ചൊല്ലിക്കൊണ്ടാണ്. അപ്പോൾ എന്നെ വിജയകുമാർ സാർ സഹായിച്ചേ അവിടെ ചെന്നപ്പോൾ കൂടെ ഉണ്ടായിരുന്ന കാരണം. നമ്മൾ ഒരു സ്പെല്ലിങ് ഒരു അക്ഷരം തെറ്റിക്കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ റിജക്റ്റ് ചെയ്യും. അവിടെ ആളില്ല. അവിടെ മിഷനല്ലേ, മിഷന് കണ്ണും മുക്കും ഉണ്ടാ, പറഞ്ഞാൽ മനസ്സിലാവുക. എന്ത് അപ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ ചെറുപ്പക്കാർ ഭയങ്കര ശ്രദ്ധിക്കണം കേട്ടാ. ഭയങ്കര സീരിയസ് കാര്യമാണ്. ശ്രദ്ധിക്കട്ടെ മക്കളെ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ.